ഇന്ന് പുറത്തു വന്ന 3 ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സിറാജുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ടെസ്റ്റിനിടെയാണ് സിറാജ് ട്രേവിസ് ഹെഡുമായി കൊമ്പ് കോർത്തത്. ഇപ്പോൾ ഇതാ സിറാജിനെ പണി കിട്ടിയിരിക്കുകയാണ്. ICC താരത്തിനെതിരെ പിഴ ഈടാക്കിയിരിക്കുകയാണ്. മാച്ച് ഫീയുടെ 20% സിറാജ് പിഴയായിട്ട് അടയ്ക്കണം. അതുമാത്രമല്ല താരത്തിന് 1 ഡീമെറിറ്റ് പോയിന്റും കൊടുത്തിരിക്കുകയാണ്. ICCയുടെ കോഡ് ഓഫ് കണ്ടക്ട് സിറാജ് ബ്രേക്ക് ചെയ്തു എന്നാണ് ICC ഇപ്പോൾ പറയുന്നത്. സിറാജിന് മാത്രമല്ല ട്രേവിസ് ഹെഡിനും പണി കൊടുത്തിരിക്കുകയാണ്. താരത്തിന് പിഴയില്ല, പകരം 1 ഡീമെറിറ്റ് പോയിന്റ് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ട്രേവിസ് ഹെഡിനോട് സിറാജാണ് തട്ടിക്കയറിയത്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മയുടെ കരിയർ ഏകദേശം അവസാനിക്കാറായി. താരത്തിന് ഇപ്പോൾ 37 വയസ്സുണ്ട്. നിലവിലിപ്പോൾ രോഹിത് ശർമ്മ ഫോം ഔട്ടിലാണ്. അവസാനത്തെ 12 ഇന്നിംഗ്സിൽ നിന്ന് 140 റൺസ് മാത്രമേ രോഹിത് ശർമ്മ നേടിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ BCCI രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിൽ നിന്ന് മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മയെ ഒഴിവാക്കാനാണ് തീരുമാനം. രോഹിത്തിനെ മാറ്റിയാൽ ക്യാപ്റ്റനെയും മാറ്റേണ്ടി വരും. അതുകൊണ്ട് രോഹിത് ശർമ്മയ്ക്ക് പകരം ജസ്പ്രീത് ബുംറ ആയിരിക്കും ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. 3 ഫോർമാറ്റിലും 3 ക്യാപ്റ്റന്മാരായിരിക്കും ഇനി ഇന്ത്യൻ ടീമിന്. രോഹിത് ശർമ്മ ഏകദിനത്തിൽ മാത്രമായിരിക്കും ഇനി ഇന്ത്യയുടെ ക്യാപ്റ്റൻ. T20 സൂര്യകുമാറും ടെസ്റ്റിൽ ജസ്പ്രീത് ബുംറയും. അവസാനത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന് വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത്. സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഗംഭീറാണ്. ഗംഭീർ എന്ന കോച്ചില്ലെങ്കിൽ സഞ്ജു ഒരിക്കലും ഇന്ത്യൻ ടീമിൽ ഇനി കാലുകുത്തില്ലായിരുന്നു. അവിടെ നിന്നാണ് ഗംഭീർ സഞ്ജുവിനെ പൊക്കിയെടുത്തത്. ഇപ്പോഴിതാ ഗംഭീറിനെ മാറ്റാനാണ് BCCI ആലോചിക്കുന്നത്. ഗംഭീറും BCCയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ല. BCCI പറയുന്നത് ഗംഭീർ കേൾക്കാറില്ല. ദ്രാവിഡ് ആണെങ്കിൽ BCCI പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ സഞ്ജു ഒരുപാട് കാലം സൈഡ് ബെഞ്ചിലിരുന്നു. എന്നാൽ ഗംഭീർ അങ്ങനെയല്ല. ഗംഭീറിന്റെ തീരുമാനമാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് സഞ്ജുവിനെ ഓപ്പണിംഗിൽ അവസരം കിട്ടിയത്. ഇപ്പോൾ ഇതാ ഗംഭീറിനെ മാറ്റാനാണ് BCCI തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സഞ്ജുവിനെ പണി കിട്ടും. പുതിയ കോച്ച് വരുമ്പോൾ അവർ സഞ്ജുവിനെതിരെ തിരിയുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.